ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അതാ ഇവിടെ ഞാൻ നിൽക്കണോടത്ത് മാത്രം റേഞ്ചില്ല. ഈവനിങ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. 2 ദിവസമായി നമ്മൾ റേഞ്ചല്ല ക്ലാരിറ്റി. അപ്പോൾ എന്താ ഈ പെണ്ണ് തെറ്റിച്ചു. അപ്പോൾ നമ്മളൊരു ഈവനിങ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് പീരീഡ്സിൻ്റെ ഒക്കെ പ്രശ്നമായിട്ട് ആ കൂടെ അൽകുൽത്തായി വയ്യാണ്ടിരിക്കായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഒട്ടും ഇട്ടിട്ടില്ല, ഷോർട്സ് ഇട്ടിട്ടില്ല. അപ്പം നീ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മടി പിടിക്കും. അപ്പം ഇന്ന് നമ്മളൊരു കുഞ്ഞൊരു ഈവനിങ് നൈറ്റ് വ്ളോഗ് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാനും പൂജിട്ടും കൂടെ വളാഞ്ചേരി പോവാം. സാധനങ്ങളൊക്കെ മേടിക്കണം ഇത്തിരി കുറച്ച്. പിന്നെ ഒന്ന് അങ്ങോട്ട് എന്താ പറയുക, 2 ദിവസമായി ഇങ്ങനെ അടങ്ങിയിരിക്കുക കാരണം നമുക്കൊരു മൈൻഡ് ഒന്നിട്ട് സെറ്റാക്കാൻ വേണ്ടി പുറത്ത് പോയാലും ഓക്കെ ആവുമല്ലോ. അപ്പം നമ്മൾ പീലിത്തിരുമുടിയൊക്കെ വാരി കെട്ടിയിട്ട് പോകേണ്ടത് അവിടെ ഇരിക്കുന്നുണ്ട്. പൂജിട്ടിക്ക് ഉണ്ടാക്കണ്ട, കണ്ണൻകുട്ടി ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല, നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് വളാഞ്ചേരി പോയി സാധനമൊക്കെ വാങ്ങി വന്നിട്ട് ഫുഡ് ഉണ്ടാക്കണേ. അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുഞ്ഞു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പോയിട്ട് വരട്ടെ കേട്ടോ. കണ്ടോ, നല്ല സൂര്യനെ അല്ല അസ്തമിക്കണ സമയം. എന്ത് പൊന്നാ എന്തിനാ പോടാ. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ഒട്ടും വയ്യായിരുന്നു കേട്ടോ. 2 ദിവസം നീട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. അപ്പോൾ അത് കാരണം ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ വീഡിയോ ഇടൽ തുടങ്ങിയിട്ട് ഒരു ഷോർട്സ് പോലും ഇടാത്ത ദിവസം ഉണ്ടായിട്ടില്ല. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത്തിരിയൊക്കെ ഒരു ഭേദമുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങി വന്നാൽ നമ്മുടെ മൈൻഡും ഒക്കെ ഒന്ന് സെറ്റാവും. സാധനങ്ങളും മേടിക്കാണ്ട്, പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി വന്നിട്ട് നമുക്ക് ബാക്കി വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും വളാഞ്ചേരിക്ക് പോരും. ഇവിടെ വളാഞ്ചേരിയിലെ വ്ളോഗൊക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരുന്ന വ്ളോഗാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൂജിട്ട് വരുന്നുണ്ട്. അപ്പോൾ പോയിട്ട് വരാട്ടോ. ഇനി ഞാൻ വോയിസ് ഓവർ ആണ് കൊടുക്കുക, പറയില്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല, സംസാരിക്കാൻ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് വളാഞ്ചേരി പോകാം. വരൂ. പൂജിട്ടിയുടെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ വളാഞ്ചേരിക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഈ സമയത്താകുമ്പോൾ പിന്നെ നല്ല സുഖമാണ് പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. വെയിലും ഉണ്ടാവില്ല, ചൂടും ഉണ്ടാവില്ല, അങ്ങനെ പോയിട്ട് വരാം. അവിടെ ഒരു പശു നിൽക്കണുണ്ടല്ലേ, അതിടയ്ക്ക് പൂജിട്ടി വരുമ്പോൾ വട്ടം ചുറ്റി നിൽക്കാറുണ്ട് കേട്ടോ. അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടായിരിക്കും. അതൊന്നും ചെയ്യൊന്നുമില്ല, പക്ഷേ പിള്ളേർക്ക് പേടിയാണ്, എനിക്ക് അതിനെക്കാട്ടിലും പേടിയാണ്. പിന്നെ ഈ പാടഭാഗവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ഭാഗം ഇത്തിരിയും കൂടെ കാണിക്കണത്. പിന്നെ ഇത് കൂടെയൊക്കെ നടക്കുമ്പോൾ പ്രസനായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ പിന്നെ ഈ കുളമംഗലത്തേക്കായിട്ട് കിടക്കണേന് മുന്നേ ഒരു കുഞ്ഞൊരു പാടുണ്ട്. കുഞ്ഞു പാടല്ല, വലിയൊരു പാടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു പശു. അതാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് തിരിയും. അങ്ങനെയായിട്ട് വട്ടം ചുറ്റിച്ചിട്ട് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി കടന്നു കേട്ടോ. ഈ ഒരു പാടഭാഗം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. ശരിക്കും ഇവിടെ വന്നിരിക്കാൻ ഞാൻ പൂജിട്ടോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ വൈകിട്ട് അല്ലെങ്കിൽ ശനി ഞായറൊക്കെ ഇത്തിരി നേരം ഇവിടെ വന്നിരിക്കായിരുന്നു എന്നുള്ളത്. ഇവിടെ പിള്ളേരൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. പെൺകുട്ടികളൊക്കെ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ. നല്ല രസമാണ് അവിടെ. എന്തോ ഒരു പ്രത്യേക ഒരു വൈബാണ്. അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുളമംഗലത്ത് എത്തിയിട്ട് കുറേ നേരം പോസ്റ്റായിട്ട് നമുക്ക് ബസ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ബസ് പിടിച്ച് വേഗം പോകുന്നത് KRLക്ക്. എന്താ വെച്ചാൽ ഒരു ചൂടുള്ള ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിരുന്നു കേട്ടോ. എനിക്ക് ഈ പിള്ളേർ വരണതിന് മുന്നേ ഉണ്ടായിരുന്നു ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പാല് നമ്മുടെ വീട്ടിൽ ഡെയിലി കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ പാൽ ചായ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ കുടിക്കുക. കൊണ്ടുവരാറുണ്ട്, ഡെയിലി നമ്മുടെ വീട്ടിൽ പാലൊന്നും മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ പൂജിട്ടിക്കും വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 ആൾക്കും ഈ പറഞ്ഞ പോലെ പീരീഡ്സിൻ്റെ സമയം മൊത്തത്തിൽ ഒരു മൂഡില്ലാത്തൊരു സമയമാണ്. എനിക്ക് പീരീഡ്സിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വയ്യാത്തൊരു മോശം അവസ്ഥയാവും കേട്ടോ. ഒട്ടും വയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം വീഡിയോ ഇടാണ്ടിരുന്നതൊക്കെ. പിന്നെ ഗ്രാൻഡിൽ കയറിയിട്ട് ഒരു ലൈനിങ് പീസ് നോക്കി, പക്ഷെ അത് കിട്ടിയില്ല. ആ കളർ അതിനകത്തേക്ക് സ്യൂട്ടായിരുന്നില്ല. പിന്നെ പച്ചക്കറി കട അതാ നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇൻസ്റ്റയിലൊക്കെ നല്ലവണ്ണം അങ്ങോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഈ ഒരു മുന്നേ നമ്മൾ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ പച്ചക്കറി മിക്കതും വാങ്ങുക കേട്ടോ. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് വീഡിയോ എടുത്തോളൂ എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മനുഷ്യന്മാർ നമുക്ക് കിട്ടുക എന്നുള്ളത്. ഇപ്പം എൻ്റെ നാട്ടിലായിക്കോട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളാഞ്ചേരി ഇറങ്ങിയാലൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കടയിലൊക്കെ കയറുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് നല്ല സപ്പോർട്ട് ചെയ്യും കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചു. ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ലോട്ടറിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റിസൾട്ട് ഞാൻ അറിഞ്ഞിട്ട് നാളെ പറയാം. പിന്നെ ഇത്തിരി ചിക്കനും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ചിക്കൻ കട ഉണ്ട്. അവിടെ നിന്ന് ചിക്കനും കൂടെ വാങ്ങിയിട്ട് വേഗം നമ്മൾ വെച്ച് പിടിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ ചേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് തപ്പിപ്പിടിച്ച് കൊടുക്കുകയാണ്. ഏട്ടൻ്റെയിലും ചേഞ്ച് ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തിരി നേരം അവിടെ പോസ്റ്റായി ഉണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് പിള്ളേർ ഡോറ് തുറന്ന സമയം കൊണ്ട് ഇനി വേഗം നമുക്ക് ഓടിപ്പോയിട്ട് അടുക്കളയിൽ പോയിട്ട് കുക്കിംഗ് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് വേഗം ചിക്കൻ കറി ഉണ്ടാക്കുക. ചോറും അവിയലുണ്ടാ. അവിയൽ ഇരിക്കുന്നുണ്ട്.
അവിയൽ സെറ്റാ. ചോറുണ്ട്, അത് മതി ഞങ്ങൾക്ക് മൂന്നാക്കും. രാവിലത്തെ അല്ലേ പരത്തിരിക്കേണ്ട ഒരു എണ്ണം. രാവിലത്തെ വെച്ചാൽ ഞാൻ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. അതാണെങ്കിൽ കൂട്ടിട്ട് കഴിച്ചോളേ. പിന്നെ ചിക്കൻ കറി ആയിട്ട് ഞാൻ കഴിച്ചോളാം. ഇന്ന് ഒരു ഇലപ്പരത്തി രാവിലെ, ഒരു ഇലപ്പരത്തി ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡും ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ ഒരു പാത്രത്തിലാക്കി വെക്കാം. മാങ്ങച്ചാറ് നാളെ ഉണ്ടാക്കാം നമുക്ക്. മാങ്ങച്ചാറ് പിന്നെ നാരങ്ങ വാങ്ങിയിട്ടുണ്ട്. നാരങ്ങയും കൂടെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാം. പിന്നെ ഈ സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ കുറേ ആയി ഞാൻ കഴിച്ചിട്ട്. ഇത് പൂജിട്ടൊന്നും കഴിച്ചിട്ടില്ല, കണ്ണമുട്ടും കഴിച്ചിട്ടില്ല. കൊള്ളിക്കിഴങ്ങല്ല, എന്താണ്? അയ്യോ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ചേമ്പല്ല, പോകുന്നു എന്തോ ഞാൻ മറന്നു. പിന്നെ കൂർക്ക, ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുന്നത്. നാരങ്ങ നമുക്ക് നാളെ ഉപ്പിലിടണം. മുട്ട ഞാൻ വാങ്ങി തീർന്നായിരുന്നു. നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് ചിക്കനും മീനും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മുട്ട വെച്ചിട്ടില്ലായിരുന്നു 3 ദിവസം, വയ്യാത്തതിനെ കൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ അങ്ങോട്ട് വാങ്ങിയാൽ നമുക്ക് 2 ദിവസം 2-3 ദിവസം, ഇപ്പോൾ ശരി ഞായറൊക്കെ അല്ല വരുന്നത്. അത് നമുക്ക് അങ്ങോട്ട് അതും ആവും. അതിനിപ്പോൾ നമുക്ക് ഏനി കുട്ടികൾ അയ്യോ പൊട്ടിയായിരുന്നു വന്നത്. അപ്പോൾ മുട്ട ഇതിലാണ് ഞാനാക്കി ഇവിടെയാണ് വെക്കാറ്. അപ്പോൾ അവിടെ വെക്കട്ടെ. പിന്നെന്താ നമ്മൾ വാങ്ങിയില്ലേ കവറോടെ നമുക്ക് വെക്കാൻ വയ്ക്കാം. ഇത് നാരങ്ങ എല്ലാം കൊണ്ടാണ്ട് മാങ്ങ ഏത് നാളെ വയ്ക്കാം. നാരങ്ങയും മാങ്ങയും ഇവിടുന്ന് മാറ്റിയിട്ട് കൂർക്കി ഇതൊക്കെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി വേഗം ചെയ്യട്ടെ. സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നേരം വേഗം. അതിൻ്റെ മുന്നേ ചിക്കൻ വെള്ളത്തിലിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് വെച്ചാൽ അതിൻ്റെ ഉടുമ്പുമ്പോൾ അത് വെക്കോളും. അവിടെ നമ്മൾ കണ്ട് ഈ ഭാഗത്ത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ എന്തോ സുർക്കാക്കുട്ടി അവിടെ സുർക്കാക്കുട്ടി. അപ്പോൾ നിങ്ങൾ ഒഴിച്ച് വെച്ചിട്ട് ഇനി വോയിസ് ഓവർ ആക്കാം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ ലോങ് ആയി പോവും. ഇനി ഇത് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വയ്ക്കട്ടെ. ബാക്കിയൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ പോയിട്ട് അതിൻ്റെ ഉളുമ്പുമ്പോൾ നമ്മൾ പോകും. അതൊക്കെ എന്തോ ബുദ്ധിമുട്ടാണ്. സുർക്കരി അച്ചാറൊക്കെ നമ്മൾ നാളെ സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ. ഇതിലേക്ക് ആക്കി വയ്ക്കാം. ഇത് കുറെ പൂജിട്ട് ഈ പറഞ്ഞ പോലെ ചേമ്പ് പുഴുങ്ങിയതും ഇങ്ങനത്തെ ചെന്തൊരു കൊള്ളിക്കിഴങ്ങ് ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. വാങ്ങാൻ പറയട്ടെ. അപ്പം ഞാൻ നമുക്കൊരു നേരത്തെ പുഴുങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വാങ്ങിയിട്ടുണ്ട്. കൂർക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ. വൈകിട്ട് ചായക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ കൂർക്ക കുത്തി കാച്ചത് കട്ടൻ ചായയൊക്കെ കുടിക്കാറുണ്ട്. എൻ്റെ അച്ചക്കൊക്കെ നല്ല ഇഷ്ടമുള്ള സാധനം. അപ്പം അതും കുറച്ച് വാങ്ങി. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇപ്പം ഇതൊന്നും തൊടുന്നില്ല അല്ലേ? അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മളൊരു മഞ്ഞ അതെ നോക്കിയോ. അച്ചാർ ഐറ്റംസ് ഒക്കെ നാളെ സമാധാനത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ നോക്കിയട്ടെ. അച്ചാർ റെസിപ്പി നാളെ കാണിക്കാം കേട്ടോ. നാരങ്ങച്ചാർ ഉണ്ടാക്കുന്നത് പറഞ്ഞ പോലെ ഞങ്ങളുടെ ശർമ്മയുടെ ചേച്ചിയുടെ മോളെ റിലേറ്റീവ്സിലെ ഒരു കുട്ടി വിളിച്ചിട്ട്, കുട്ടിയല്ല ഒരു ചേച്ചിയാണോ വീണ്ടും താഴെ എനിക്കറിയില്ല, എന്തായാലും അവർ വിളിച്ചിട്ട് അവരച്ചാറിട്ടാക്കിയത് കയ്പുണ്ട്. പക്ഷെ നമ്മൾ നാരങ്ങച്ചാർ ഉണ്ടാക്കുന്ന കയ്പൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ കുരു പെടുന്നുണ്ടാവുമായിരിക്കും, ഇല്ലെങ്കിൽ അത് ആ വാട്ടം കറക്റ്റ് ആവുന്നുണ്ടാവില്ല. നാരങ്ങച്ചാറിന് സ്വതവേ ഒരു കയ്പുണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് വാങ്ങി കൊണ്ടിക്കാൻ പറ്റാത്ത രീതിയിൽ കയ്പൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്തായാലും റെസിപ്പി ഒന്നുകൂടെ കാണാം. ഇത്രയും പച്ചക്കറി മേടിച്ചിട്ടുള്ളൂ. എനിക്ക് പറയുന്നത് നല്ലോണം ശ്വാസം കിട്ടുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ബി.പി നല്ല ലോ ആ. എനിക്ക് ഈ ഒരു പീരീഡ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു സമയമാണ്. അപ്പം അത് കാരണം എല്ലാവരും സംസാരിക്കുമ്പോൾ എനിക്ക് ശ്വാസം തരും. അപ്പം അതൊക്കെ ഞാനൊന്ന് ഒതുക്കി പെറുക്കി ഫ്രിഡ്ജിൽ വെക്കട്ടെ. പിന്നൊക്കെ നമുക്കിനി ഞാൻ എപ്പോഴും പറയാറില്ലേ, ഒരുപാട് പച്ചക്കറി കാര്യങ്ങളും നമ്മൾ വാങ്ങാറില്ല. ആവശ്യമുള്ളത് മാത്രം. ഉപ്പേരിക്കുള്ളതാണെങ്കിലും എനിക്കറിയാം ഇത്ര ദിവസം ഇപ്പോൾ ശനി ഞായറാണെങ്കിൽ ഉപ്പേരിക്ക് വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കേബേജും ബീട്രൂട്ടും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അത് പിന്നെ പൊട്ടയുമില്ല. അത് നമുക്കിനി തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ആയിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ശനിയാഴ്ച ഞായറാഴ്ചയും അതിൻ്റെ ഇടയിൽ എടുക്കാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് നാശമായി പോകും. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച എങ്ങനെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് അങ്ങനെ അഴുക്കായി പോകും. അങ്ങനെ വേഗം പൊട്ടയായി പോവുകയും ചെയ്യും. നമ്മുടെ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ
വേഗം പച്ചക്കറി ചെയ്യുമല്ലോ. അത് കാരണം ഞാൻ ഒരുപാട് വാങ്ങാറില്ല. പിന്നെ എപ്പോഴും നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വളാഞ്ചേരി പോണ ആൾക്കാരാണ്. ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമാണ്, പെട്ടെന്ന് ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വന്നു ചേച്ചി എനിക്ക് നാളെ തരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലൈനിങ് എടുക്കാനും നൂലെടുക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരും. അല്ലാണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വളാഞ്ചേരി പോണ ആളാണ്, ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അല്ലാണ്ട് വെറുതെ വളാഞ്ചേരി കാണാൻ വേണ്ടി പോകണമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാധനം അങ്ങനെ വാങ്ങി കൊടുത്ത് വെക്കണം, പുറത്തിനി പോകാൻ മാർഗ്ഗമില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇവിടെ കടുങ്ങാട് കട ഉണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ഓടിപ്പോയി കഴിഞ്ഞാൽ ആ കടയിൽ കിട്ടാത്ത ഒരു സാധനവും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷനും ഇല്ല. വളാഞ്ചേരി പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കിവിടെ കട ഉണ്ട്, ഈ കടുങ്ങാട്ട് കട ഉണ്ട്. അപ്പോൾ ആ കടയിൽ പലചരക്കും പച്ചക്കറി എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷനും ഇല്ല. വേഗം ഓടിപ്പോയിട്ട് നമുക്ക് വാങ്ങി വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരുപാട് ബൾക്കായിട്ട് വാങ്ങി വെക്കാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വേണ്ട, നമ്മളിപ്പോൾ എടുക്കാത്ത സാധനങ്ങളൊക്കെ അങ്ങനെ ആക്കി വെച്ചു. അച്ചാറൊക്കെ നമ്മൾ നാളെ ഇടുള്ളൂ കേട്ടോ. എന്നിട്ട് കാലൊക്കെ കടയാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പീരീഡ് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേദനയും കാര്യങ്ങളും അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ചിലർക്ക് കുറച്ച് അധികം ഉണ്ടാവും ആ ഒരു കൂട്ടം. എനിക്ക് ഫൈബ്രോയിഡും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് 2 ദിവസമൊക്കെ ആയിട്ട് എല്ലാം കൂടെ അവസാനിപ്പിച്ച് നിർത്തിയാലോ എനിക്ക് പറ്റണില്ല എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാത്ത ദിവസങ്ങളിൽ, ഒരു വീഡിയോ അല്ല, നമ്മൾ 2 ഷോർട്സും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തൊരു ദിവസമില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ലൈവും കൊണ്ടുപോകണം. എന്ത് കൊണ്ടുപോകണമെങ്കിലും അത് ആ ഒരു കറക്റ്റ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഈ ഒരു മാസം 2 ദിവസത്തെ ഈ ഒരു സമയത്ത് എനിക്ക് 2 ദിവസം ഒട്ടും വയ്യായിരുന്നില്ല. എനിക്ക് ഇതൊക്കെ കൂടെ നിർത്തിയാലോ അവസാനിപ്പിച്ചാലോ എന്ന് പറയാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയും എനിക്ക് വയ്യായിരുന്നു കേട്ടോ. അത് കാരണമാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത്. ലൈവിൽ എല്ലാവർക്കും കഴിഞ്ഞ ലൈവിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വയ്യേ എന്നുള്ളത്. ആ സമയത്ത് നമുക്ക് അനുഭവിക്കുന്ന കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ വരുമ്പോൾ ഉണ്ടാവണ ഒരു മാറ്റം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിരുന്നേ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യും. പിള്ളേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തപ്പോൾ, എന്താ ചേച്ചി എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയ്യാന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഇപ്പോൾ അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചു. കഴുകി അരിയാൻ വേണ്ടിയിട്ടാണ്. പൊട്ടറ്റവും കൂടെ ഉണ്ട് കേട്ടോ, ഉരുളക്കിഴങ്ങ്. നമുക്ക് ഈ ചിക്കനിൽ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പീസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഉരുളക്കിഴങ്ങ് ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 2-3 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം തലേ ദിവസം രാത്രിയാണ് ചിക്കൻ കറി വയ്ക്കണമെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ആവും, പിറ്റേ ദിവസം ഉച്ച വരെ ഞങ്ങൾക്കത് എത്താറുണ്ട് കേട്ടോ. ചിലപ്പോൾ രാത്രിയിലേക്ക് അങ്ങനെ ഒരുപാട് പിള്ളേർ കഴിക്കുകയൊന്നുമില്ല. അവർക്ക് ആ കൊതിക്ക് വേണ്ടിയിട്ട് കിട്ടണമെന്നേ ഉള്ളൂ, അല്ലാതെ ചിക്കൻ മാത്രം അങ്ങനെ നമ്മൾ കഴിക്കുകയൊന്നുമില്ലല്ലോ. അത് കാരണം നമുക്ക് പിറ്റേ ദിവസത്തിനും കൂടെ എത്തും. അങ്ങനെ ഒരു രീതിക്കാണ് ഞാൻ തലേ ദിവസം ഉണ്ടാക്കുക. അതിപ്പോൾ രാത്രിയിലല്ലേ, നൈറ്റിലല്ലേ ഉണ്ടാക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ആയി, പിള്ളേർക്ക് കൊണ്ടുപോകാനും ആയി, എനിക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും ആയി. അപ്പോൾ പിറ്റേ ദിവസം നമുക്കൊരു ശ്വാസം വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് കിട്ടും, തലേ ദിവസമൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കുകയാണെങ്കിൽ കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഒന്നരാടാണ് ഇടണുള്ളൂ വീഡിയോസ്, ലൈവും ഒക്കെ ആകുമ്പോൾ. അത് കാരണം ഇപ്പോൾ വലിയ പാടൊന്നുമില്ല. ചിക്കനൊക്കെ നല്ലോണം ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുക. എനിക്ക് ഒരുപാട് പ്രാവശ്യം കഴുകണം കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കുന്ന 2 പ്രാവശ്യം എന്നല്ല, ഞാനതൊരു 5-8 പ്രാവശ്യമൊക്കെ, ചിലപ്പോൾ 8-10 എനിക്കിങ്ങനെ മനസ്സിനൊരു തൃപ്തി വരണ വരെ ഞാൻ കഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു, അരിഞ്ഞു വെച്ചു, റെഡിയാക്കി വെച്ചു. വേസ്റ്റ് നമ്മുടെ വേസ്റ്റ് ബോക്സിൽ ഇട്ട് വെച്ചു. അതിനി അങ്ങനെ വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് അങ്ങനെ കാണുക വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ വേസ്റ്റ് ഇങ്ങനെ അരിഞ്ഞു വെച്ചത് ഒരു മുക്കിൽ കുറേ വെള്ളം ഇങ്ങനെ നമ്മുടെ കിച്ചൺ ടേബിൻ്റെ കബോർഡിൻ്റെ മേലെ, ഈ കിച്ചൺ ടാബിൻ്റെ മേലെ അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണമാണ് ഞാനത് അപ്പപ്പം ചെയ്യണം. അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താലൊക്കെ മതി കേട്ടോ. പിന്നെ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്, കുക്കറിലാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ വേഗം ആയിക്കോളുമല്ലോ. ചോറ് ഓൾറെഡി ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിയലും ഇരിക്കുന്നുണ്ട്, പിന്നെ അച്ചാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കുക്കറൊന്ന് ചൂടാവണതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ചട്ടിയും കാര്യങ്ങളും അങ്ങോട്ട് കഴുകി, ഇങ്ങനെ ഞാൻ കുറച്ച് സമയം കിട്ടുന്ന ഇടയിൽ അപ്പം എന്താ ചെയ്യുക, അത് തീർക്കാനുള്ള വെച്ചാൽ അത് അങ്ങോട്ട് ചെയ്ത് തീർക്കുമ്പോൾ കിച്ചണിലെ പരിപാടി വേഗം അങ്ങോട്ട് തീർന്നോളും. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് വേഗം അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വലിയ പാടില്ല. നമുക്ക് 24 മണിക്കൂറും ഞാൻ അടുക്കളയിലാണ്, എനിക്ക് ഇത്രയും കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഫീലൊന്നും നമുക്ക് തോന്നില്ല. ഇത്തിരി സമയം ഉണ്ടെങ്കിൽ അതെന്താണോ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് ചെയ്ത് വേഗം അങ്ങോട്ട് തീർത്തു. ആ പാത്രങ്ങൾ കിട്ടിയോടത്ത് അങ്ങോട്ട് എടുത്ത് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കുക്കർ ഒന്നുകൊണ്ട് ചൂടായിട്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ കയ്യോടെ ഒന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി വെച്ചു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ തുടയ്ക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, വട്ടാണോ കുട്ടിയെ, എന്തിനാണത് ഇങ്ങനെ എപ്പോഴെപ്പോഴും തുടച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ എല്ലാവരും ചോദിച്ചു. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ. എനിക്ക് കൈവേദന അല്ലേ പെണ്ണെ, എന്ത് കാര്യത്തിന് അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണത്, അതൊന്ന് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ എന്നുള്ളത്. എനിക്ക് എന്താണാവോ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ നോക്കും, പക്ഷെ പറ്റില്ല. അതങ്ങനെ വരും, എന്തോ അങ്ങനെയാണ്. അപ്പോൾ ഇതാ കുക്കറിൽ നമ്മൾ എണ്ണ ഒഴിച്ചു. അതിലേക്കകത്തേക്ക് സവാള, പച്ചമുളക് ഇട്ട് കൊടുത്തു. കൂടെ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. മൊത്തത്തിലാവട്ടെ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഗ്രാമ്പു, പട്ട, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞത്. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും പൂച്ചുട്ടിയും കൂടെ കാര്യമായിട്ടുള്ള എന്തോ ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അത് വിട്ട് പോയിട്ടുണ്ടായിരുന്നു.
ഇനി അതൊക്കെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതൊന്ന് വഴലാൻ വേണ്ടിയിട്ട് ഒന്ന് വാടട്ടെ. ഒരു ബ്രൗൺ കളർ ആവണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചിക്കൻ മാറ്റി വയ്ക്കാം. നമുക്ക് ചിക്കൻ മേടിക്കുമ്പോൾ 2 ദിവസത്തിന് നമ്മൾ എന്തായാലും മാറ്റി വയ്ക്കും. ഉണ്ടാക്കുമ്പോൾ ഇന്നും നാളേക്കും കിട്ടും. പിന്നെ മറ്റന്നെടുക്കില്ല, 3-ാം ദിവസം നാളെ എടുക്കില്ല, മറ്റന്നെടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 3 ദിവസം ഒരു ചിക്കൻ വാങ്ങിയാൽ കിട്ടുമല്ലോ, അങ്ങനെയാണ്. അപ്പോൾ അതാക്കി വെച്ചു. എന്നിട്ട് എന്താക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നില്ലേ, അതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു. തക്കാളി വെന്തുടഞ്ഞാൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കും കേട്ടോ. എനിക്ക് ഈ ഒരു കറിയിൽ കുരുമുളക് പൊടി നല്ല ആ ഒരു ഫ്ലേവർ നിൽക്കണം, ഭയങ്കര ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിപ്പോൾ നമുക്ക് ചിക്കൻ കറി എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് എപ്പോഴും പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ആർക്കെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പഴയ വീഡിയോ ഒക്കെ അതൊന്നും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തു, കിഴങ്ങിട്ട് കൊടുത്തു. ഇതൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കുക്കറിലായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല. ഇല്ലെങ്കിൽ ഞാൻ തിളപ്പിച്ച വെള്ളമാണ്, ചൂടാക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അതാണ് ഇത്തിരിയും കൂടെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ അതും കൂടെ ആക്കി അടച്ച് വെച്ചിട്ടുണ്ട്. പാത്രത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇരിക്കുന്ന ഒരു പാത്രമാണെങ്കിൽ ഒരു പാത്രം അങ്ങോട്ട് കൈയോടെ അങ്ങോട്ട് കഴുകി വയ്ക്കും. ആ ഇളക്കിയ കയ്യിലില്ലേ, അതിനിപ്പം നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്ക് ഇനി ഇളക്കിയ കയ്യിലല്ല, ആ ചട്ടുകം പോലത്തെ സാധനം, മരത്തവി. ഇപ്പം നമുക്കിനി കയ്യിലെടുക്കാം ഇനി അടുത്തത് ഇളക്കാൻ വേണ്ടിയിട്ട്. അതാവുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സുഖമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതങ്ങോട്ട് കഴുകി വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചിക്കൻ കഴുകിയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഉളുമ്പ് മണം നിൽക്കും. അപ്പോൾ ഈ ഒരു ലിക്വിഡ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് സ്പ്രേ ചെയ്തിട്ട് ഇത്തിരി വിമ്മോ സോപ്പ് പൊടിയോ ഇട്ടിട്ട് നല്ലോണം ഉരച്ച് വൃത്തിയാക്കി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെൽ അങ്ങോട്ട് പൊക്കോളും. ഇങ്ങനെയാണ് ചെയ്യുക. ആ ലിക്വിഡ് എന്ന് പറയണത് ഒന്നില്ലെങ്കിൽ ഞാൻ കംഫർട്ട് കുപ്പിയിലാക്കിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലുള്ള എന്തെങ്കിലും ലിക്വിഡായിരിക്കും. അതാകുമ്പോൾ പിന്നെ നമ്മുടെ കിച്ചണിൽ അങ്ങനെ വലിയ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉരയ്ക്കുമ്പോൾ പൈപ്പിൻ്റെ പിടിയും കാര്യങ്ങളും എല്ലാം കൂടെ ഉരയ്ക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ കഴുകുമ്പോൾ ആ കൈ കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ തുറക്കണവും പിടിക്കണമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവിടെയും കൂടെ ആ സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും. അതും കൂടെ അങ്ങോട്ട് ഉരച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. അപ്പോഴേക്കും ആ ചിക്കൻ ആവാൻ ഇത്തിരി സമയമുണ്ടല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാം. ഇനി വേറെ പരിപാടി കിച്ചണിൽ നമുക്ക് വേറെ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. വേഗം ഈ ഒരു കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് തീർത്താൽ നമുക്ക് ഫുഡ് വേഗം കഴിക്കാൻ. എനിക്കിനി ഒന്ന് മേലെ എഴുകുകയും വേണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോൾ ഓൾറെഡി മേലും കൂടെ കഴിക്കുക, കാരണം നമുക്ക് കിടക്കുമ്പോൾ ഒരു ചടപ്പാവും. അപ്പോൾ നോക്കിയപ്പോഴാണ് നമ്മുടെ മണി പ്ലാന്റൊക്കെ ഒന്നിങ്ങനെ വാടിയ പോലെ ഒരു ഫീൽ തോന്നിയത്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഒന്നുകൂടെ അതങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ മാറ്റി വേറെ വെള്ളമൊക്കെ ഒഴിച്ച് ആ ചെടിയിൽ കൂടെ ലേശം കൂടെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് അതിനൊന്ന് ഒരു ജീവൻ വെപ്പിക്കണ പോലെ തോന്നി എനിക്ക് കേട്ടോ. അതിന് ജീവൻ കിട്ടിയ പോലെ തോന്നും. അപ്പോൾ അതൊരു ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ ഞാൻ ചെയ്യാറില്ല. ഇതിപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് വിട്ട് പോയി എന്ന് തോന്നുന്നു. എന്തോ അതിനൊരു സുഖമില്ലാത്ത പോലെ തോന്നി. എനിക്ക് ആ പച്ചപ്പ് ഒരു കളർ ഇങ്ങോട്ട് കിട്ടുന്നില്ല. അതിൻ്റെ മേലെ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒന്ന് മാറ്റി ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പുതുജീവൻ കിട്ടും. അപ്പോൾ നോക്കുമ്പോൾ ജനലിൻ്റെ കമ്പിയുടെ അവിടെയൊക്കെ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തോന്നിയപ്പോൾ അതും കൂടെ അങ്ങോട്ട് കൈയോടെ തുടച്ചെടുത്തു. എന്താ വെച്ചാൽ ഇതിനൊക്കെ സമയമുണ്ട്, നമുക്ക് ചിക്കൻ ആവണ സമയം കൊണ്ട് അതുകൂടെ കൈയോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പകൽ നമുക്കിതൊന്നും കണ്ട് കാണില്ല. എന്താ വെച്ചാൽ രാവിലെ ആകുമ്പോൾ അല്ലേ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ജനൽ കമ്പിയും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് കണ്ണിൽ പെടില്ല. രാത്രിയാകുമ്പോൾ പിന്നെ അത്ര വലിയ ധൃതിയില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ണിൽ കാണുമ്പോൾ അത് കയ്യോടെ അങ്ങോട്ട്. പിന്നെ ഈ ഒരു സമയത്ത് എനിക്ക് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല കേട്ടോ. വൃത്തിയാക്കിയാലും തീരില്ല. അപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഈ ഒരു സമയം പെയിനും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ വെറുതെ കിടക്കാമല്ലേ. എനിക്ക് ആ സമയത്ത് എനിക്ക് നോക്കിയോടത്ത് ഒന്നും വൃത്തിയാവാതെ തോന്നുകയാണെങ്കിൽ അതന്നെ ഒന്നും കൂടെ ചെയ്യും. ഈ പറഞ്ഞ പോലെ അടിച്ചു വരിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിച്ചു വരും. അങ്ങനെയൊക്കെ കൂടെ ഒരു പ്രാന്താണ് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാട്ടി കൂട്ടുന്ന തേവാരങ്ങൾ മൊത്തം. അപ്പോൾ ഇപ്പുറത്തും ഉണ്ടല്ലോ നമ്മുടെ മണി പ്ലാന്റ്, അതും കൂടെ അങ്ങോട്ട് വൃത്തിയാക്കാൻ വിചാരിച്ചു. അവിടെ പൊള്ളണ കുക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനെ പൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ അങ്ങനെ സംഭവങ്ങൾ. അല്ലാതെ ഇങ്ങനെ കൈ തൊടുമ്പോഴേക്കും ചിലപ്പോൾ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ കൈമൊക്കെ കാണാൻ നടന്നു ഉറുന്നനെ ഇതെന്താ അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൈ ഈ ചട്ടിയുടെ ഇടയിൽ കൂടെ എന്തെങ്കിലും എടുക്കാൻ കൊണ്ടുപോയപ്പോൾ അങ്ങനെ കൈ പൊള്ളിയതെന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നത്. ഇനി അതെങ്ങാനും കൈമായ ശീന്നൊരൊച്ചയെ കേൾക്കുള്ളൂ. പിന്നെ അവിടെ പൊള്ളിയിട്ട് ആ പാട് പോകാൻ വേണ്ടി കുറേ പാടാവില്ലേ. അത് കാരണം ഞാൻ അവിടെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ മണി പ്ലാന്റിൻ്റെ കുപ്പിയിൽ നിന്നും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളമൊക്കെ മാറ്റി ഒക്കെ റെഡിയാക്കി സുന്ദര കുട്ടപ്പന്മാരാക്കി അവിടെ വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ പച്ചപ്പ് കാണുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു പച്ചപാത്രം ഇരിക്കില്ലേ നമ്മൾ മുട്ട വയ്ക്കണേ, മൊത്തത്തിൽ അതിങ്ങനെ കാണുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര വല്ലാത്തൊരു ഫീല് തോന്നാറുണ്ട്. അതൊന്ന് ചാച്ചും ചെരിച്ചൊക്കെ കിച്ചണൊന്ന് റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ അതപ്പോൾ നമ്മളെപ്പോഴും കിച്ചൺ ഒരേപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചോളൂ. അവിടെ വേറെ എന്തെങ്കിലും ഒരു കുഞ്ഞ് ചെടി കൊണ്ടുവന്നാൽ വെച്ചാൽ തന്നെ നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക. ഈ കിച്ചണിലല്ലേ നമ്മൾ ഏറെക്കുറെ സമയം നിൽക്കുക, അവിടെ ഒന്ന് ഓക്കെ ആക്കി എടുത്താൽ തന്നെ നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ ഓക്കെ ആയിരിക്കും.
അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലും അതിൻ്റെ ഒരു എന്താ പറയുക സംഭവം കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെ ഒരു മൂടും ഇല്ലാണ്ട് ചടഞ്ഞു കുത്തി ഉണ്ടാക്കുന്ന ഫുഡിനെക്കാട്ടിലും നമ്മളെല്ലാം ഉഷാറോട് കൂടി ഹാപ്പിയോട് കൂടി അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടത്തോടു കൂടെ ഉണ്ടാക്കുന്ന ഫുഡും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോൾ അവിടെ ഒന്നും കൂടെ അലങ്കരിക്കാൻ വേണ്ടി നോക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒക്കെ ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയായിരുന്നു. നമുക്ക് ഈ വേദനയും വയ്യായും ഒക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഒറ്റയ്ക്കും കൂടെ ആകുമ്പോൾ നമുക്ക് തോന്നും വേണ്ട ഒന്നും മിണ്ടാണ്ടിരുന്നാൽ മതി, എനിക്ക് വയ്യ ഈ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ കേട്ടോ. ഞാൻ വേറെ എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങട്ടെ, എനിക്ക് ഈ പറഞ്ഞ പോലെ ഇത് രാവിലെ അങ്ങോട്ട് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാളേക്കുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കണം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് വീഡിയോ എടുക്കണം, ഉണ്ടാക്കണം കറക്റ്റ് സമയത്ത്, നമുക്കത് എഡിറ്റ് ചെയ്യണം, വോയിസ് കൊടുക്കണം. ചില സമയങ്ങളിൽ എൻ്റെ ഫോണിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ മനുഷ്യന്മാരെക്കാട്ടിലും കുറച്ച് കഷ്ടമാണ്. അതിട്ടിട്ട് ഇങ്ങോട്ട് പാട് പഠിപ്പിക്കും മനുഷ്യനെ. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്കിതിനകത്ത് കയറണേ ഉണ്ടായിരുന്നില്ല. കുറച്ച് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3-4-5 ഫോൾഡർ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, അത് ഓപ്പൺ ആവേ ഇല്ല. പിന്നെ ഞാൻ ആ വീഡിയോ വെച്ച് എന്ത് ചെയ്യാനോ, അങ്ങനെ കൂടെ എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട, എനിക്കിത് മടുത്തു, ഞാൻ നിർത്തുകയാണ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ, പൂജുട്ടിയുടെ കണ്ണൻകുട്ടിയുടെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, പൂജുട്ടിയുടെ അല്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ടീച്ചേഴ്സും പിള്ളേരൊക്കെ വന്നിട്ട് ടീച്ചറും ഈ വ്ളോഗറാണ് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ. വ്ളോഗറല്ലേ, വീഡിയോ ഒക്കെ കാണാറുണ്ട്, നല്ല പുറത്തൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യുന്നുള്ള രീതിയിലേക്ക് അവരൊരു മോട്ടിവേഷൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തിനാണ് ഞാൻ നിർത്തുന്നത്, എൻ്റെ ടീച്ചേഴ്സ്, ഞാൻ പഠിപ്പിച്ച ടീച്ചേഴ്സാണ് പറയണത്. അതിലും വലിയ പുണ്യമൊന്നും അതിലും വലിയ അംഗീകാരമൊന്നും എനിക്ക് വേറെ കിട്ടാൻ വേണ്ടിയിട്ടില്ല. അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അത് ഒരുവിധം എല്ലാ ടീച്ചേഴ്സും വന്ന് പറയൊന്നുമില്ല, പക്ഷേ ചുരുക്കം കുറച്ച് ടീച്ചേഴ്സ് വന്ന് പറയും. അതെനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സന്തോഷമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് പിള്ളേർ വന്നിട്ട് ചേച്ചി വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓടി വരും. ഇനിയിപ്പോൾ വളാഞ്ചേരി ഇറങ്ങിയാൽ തന്നെ ഏട്ടന്മാരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും വന്നിപ്പോൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും അവർക്ക് ഒന്നുമില്ലെങ്കിൽ പറയാണ്ടിരിക്കാം, ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയാതിരിക്കാം. പക്ഷെ ആ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇല്ല, ഞാൻ കുറച്ചും കൂടെ കഷ്ടപ്പെടാനുണ്ട്. ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തും. അത് ഞാൻ ചെയ്യണമല്ലോ, അല്ലാതെ അപ്പോൾ ഇന്ന് ചെയ്ത് നാളെ തന്നെ ഞാൻ വൈറലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് സമയമുണ്ട്, നമ്മൾ ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അപ്പോൾ ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ 2 ദിവസം ഞാനൊരു ഗ്യാപ്പ് എടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു അങ്ങനെ ചടച്ച് കുത്തിയൊരു വീഡിയോ എടുക്കണേക്കാട്ടിലും നല്ലത് ആ ഒരു എനർജിയോട് കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരില്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. 2 ദിവസമൊന്നുമില്ല, ഒരു ദിവസം നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ദിവസമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പം അങ്ങനെയായിരുന്നു കാര്യങ്ങളെന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ വന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. പക്ഷെ അവർക്ക് അറിയണ്ടാവില്ലായിരിക്കും ഞാൻ ഇത്രത്തോളം മോട്ടിവേറ്റ് ആയി അവരുടെ ഒരു വാക്ക് എന്നുള്ളത്. പക്ഷെ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഉള്ളിൽ തട്ടി പറയുകയാണെങ്കിൽ എനിക്ക് അന്നത്തെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നമ്മളൊരു അത്രയും ലോ ആയി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടണ ഒരു എനർജി ഇല്ലേ, അതായിരുന്നേ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ചധികം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുളി കഴിഞ്ഞ് വന്നു കേട്ടോ. കഥ പറയുന്ന ഇടയിൽ അത് പറയാൻ വേണ്ടി മറന്നു. എന്നിട്ട് മല്ലിച്ചപ്പ് ഇട്ട് തൂവി ഇളക്കിയിട്ട് നമ്മൾ ചോറും ചിക്കൻ കറിയും മാങ്ങച്ചാറും അവിയലും കൂട്ടിയിട്ട് ഞാനും കണ്ണൻകുട്ടി കഴിക്കാൻ വേണ്ടിയിരുന്നു. പൂജയ്ക്ക് ഇപ്പോൾ തന്നെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് നല്ല വിശന്നുണ്ടായിരുന്നു, ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഒരു നമ്മുടെ ഇലപ്പരത്തി എന്ന് പറയും, ആ സാധനം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനും കണ്ണൻകുട്ടി വേഗം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നൊരു കുഞ്ഞ് നൈറ്റ് ബ്ലോഗാണ് കേട്ടോ. അതുപോലെ നമുക്ക് നല്ല പൂർവാധികം എനർജിയോട് കൂടിയിട്ട് നല്ല വീഡിയോസ് ആയിട്ട് വരാം. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഗുഡ് നൈറ്റ്, നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.